ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് മിനി കേക്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അതിനു വേണ്ടി 6 ഇഞ്ചിൻ്റെ 2 കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വനില സ്പഞ്ച് കേക്കും ഒരു ചോക്ലേറ്റ് കേക്കും. ഇത് നമുക്ക് ചെറിയ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കേക്കും സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കേക്കിൻ്റെ ക്രീം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞയും 1 ടീസ്പൂൺ കോൺഫ്ലോറും 3 ടീസ്പൂൺ ഷുഗറും ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിനി പാഷൻ ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു സ്പഞ്ച് കേക്കിന് മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാഷൻ ഫ്രൂട്ട് ക്രീം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ കേക്ക് വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫെറാറോ റോച്ചർ കേക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗനാശയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഹാസൽനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ അടുത്ത ലെയർ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. ഫെറാറോ റോച്ചർ കേക്ക് ഞാനിവിടെ 2 എണ്ണം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഇതും ചെയ്തെടുക്കാം.
ഇനി നമുക്ക് റാഫലോ കേക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച ഹാസൽനട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചു കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോക്കനട്ട് മിക്സ് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെയറിലും ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് നമുക്ക് സൈഡിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സൈഡിലായിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ടും നമുക്കിതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കോക്കനട്ട് മിക്സ് എടുത്ത് ബോളാക്കി നമുക്ക് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഡിപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഏത് രീതിയിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ റാഫലോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്നും പാഷൻ ഫ്രൂട്ട് കേക്കും ഫെറാറോ റോച്ചർ കേക്കും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് പാഷൻ ഫ്രൂട്ട് കേക്ക് കവർ ചെയ്തെടുക്കാം. ഈ പാഷൻ ഫ്രൂട്ട് കേക്ക് രണ്ടും കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പാഷൻ ഫ്രൂട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു പാനിലേക്ക് പാഷൻ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് ഓഫ് ചെയ്യേണ്ടത്. പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സ് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിന് മുകളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു കേക്കിന് ലെയറായിട്ട് കൊടുത്ത ഗനാഷയും ന്യൂട്ടല്ല മിക്സും വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തെടുത്തതാണ്. ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് കവർ ചെയ്തെടുക്കാം. ഈ 2 ഫെറാറോ റോച്ചർ കേക്ക് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഗനാഷ ഒഴിച്ച് കവർ ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഹസൽനട്ട് ജസ്റ്റ് ഒന്ന് പീസാക്കിയിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫെറാറോ റോച്ചർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രഫിൾ കേക്കാണ്. ഇതിൻ്റെ വീഡിയോ മിസ്സായി പോയി. ഞാൻ ഈ കേക്കിൻ്റെ ലെയറായിട്ട് കൊടുത്തത് വിപ്പിംഗ് ക്രീമും ഗനാഷയും മിക്സ് ചെയ്തെടുത്തതാണ്. അതിനു മുകളിൽ കുറച്ച് ഗനാഷയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെയറിൽ കൊടുത്ത ബാക്കി ക്രീം കൊണ്ട് ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ചു കൊടുത്തതാണ്. നിങ്ങൾക്കിത് ഏത് രീതിയിലും വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ട്രഫിൾ കേക്കിന് ജസ്റ്റ് ഒരു കോക്കനട്ട് കവർ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 4 തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.